ആ സമയത്ത് കറക്റ്റ് സമയത്ത് 6 മണിയാകുമ്പോ ആ കമ്മിറ്റിപ്പെട്ട ആളിവിടെ ഉണ്ട്, ഞങ്ങളെ വിളിച്ചു. ആ സമയത്ത് കുറച്ച് കവറിൽ ഫ്രൂട്ട്സ്, കുറച്ച് എണ്ണക്കടി, ചായ, ജ്യൂസൊക്കെ ഇട്ട് വന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിന് നല്ല സന്തോഷത്തിൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഒരു ചെറിയ അപ്ഡേഷനാണ്. ഈ അപ്ഡേഷനൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞു പോവാന്നൊക്കെ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പേഴ്സണലി ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഞാൻ നിശ്ചിതമായിട്ട് ഈ മതത്തെ വിമർശിക്കുന്ന ഒരാളാണ്. മതമല്ല, മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദത്തിനപ്പുറം മനുഷ്യന്മാർ തമ്മിൽ ഒരു നല്ല സൗഹാർദ്ദം, ഒരു നല്ല സാഹോദര്യ ബന്ധം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അത് നടക്കുള്ളൂ. മതങ്ങൾ തമ്മിലൊരു മത സൗഹാർദ്ദം എന്ന് പറയുന്ന പരിപാടിയൊന്നും നടക്കൂല. പിന്നെ പരസ്പരം മറ്റുള്ളവരുടെ മതത്തെ ബഹുമാനിക്കുക, അതിനെ ഇകഴ്ത്താതിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു നല്ല ആശയമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അമ്പലപ്പറമ്പില് ഒരു മുസ്ലിം മതവിശ്വാസി, ഒരു ആനപ്പാപ്പാനാണ്, ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ആനപ്പാപ്പാവാനാ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാൻ ശശികല ടീച്ചർ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഖ്യ ആവണം. ഇതുവരെ ഇനി ഒരിക്കലും സംഖ്യകൾ എന്ന് പറയുന്ന ആ ഒരു പട്ടം എടുത്ത് ചാർത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് പറയട്ടെ. ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കില്ല. ഏത് മുസ്ലിമിനും ഏത് ജോലി ചെയ്യാം, ഏത് ഹിന്ദുവിനും ഏത് ജോലിയും ചെയ്യാം, ഏത് ക്രിസ്ത്യനും ലോകത്തുള്ള ഏത് മതസ്ഥനും ഏത് ജോലിയും ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനായത്ത സംവിധാനമുള്ള ഒരു നാട്ടിലാണ്. എന്തൊക്കെയായാലും ഇവിടെ മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ, അത് വയനാട്ടുകാരാണത്രേ, ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലി ചെയ്യുന്നു. അത് ആനയുടെ പാപ്പാനാണ്. ആനയുടെ പേര് ഒരു ഹിന്ദു പേരായതുകൊണ്ട് മുസ്ലിം മതവിശ്വാസി ആനപ്പാപ്പാനായ ഒരു ഹിന്ദുവിന് എന്തുകൊണ്ട് ഒരു മുസ്ലിം പേരിട്ടില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളെയൊക്കെ നമ്മുടെ നാട്ടില് ചിലരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഉയർത്തിയ ഒരാളെ പേര് ഇതാ ശശികല ടീച്ചർ എന്നാണ്. നമുക്കറിയാം, നല്ല വിഷം തുപ്പുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. ശബരിമല കാലത്തെല്ലാം അത്തരം വിഷം തുപ്പലുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിലെ ഈ ഭണ്ഡാരത്തിലൊക്കെ വരവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വത്തിലെ പണം അത് ഗവൺമെന്റ് ഉപയോഗിക്കുന്നു എന്നൊക്കെ കള്ളം പറയുന്ന ഒരാളാണ്. ആ കള്ളം വിശ്വസിക്കുന്ന വേറെയും കുറെ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സംഗതി അവിടെ കിടക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഇവിടെ നമുക്ക് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആ ഒരു ചെറുപ്പക്കാരൻ ആരാണെന്നും ഏത് നാട്ടുകാരനാണെന്നും എങ്ങനെയാണ് അമ്പലപ്പറമ്പിലേക്ക് ഇയാൾ എത്തിയതെന്നും അമ്പലപ്പറമ്പില് ആനയുടെ പാപ്പാനായിട്ട് നോമ്പുള്ള ഈ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ആരാണ് ആ ഒരു ഭക്ഷണം, ആ ഒരു നോമ്പ് തുറ സമയത്ത് ആ ഭക്ഷണം വിതരണം ചെയ്തതെന്നും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആ ചങ്ങാതി തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കേട്ടോ, ഇതാണ് വീഡിയോ കേട്ടോ. ഞാൻ ആദ്യം പറയും, ഈ ആന എന്ന് പറഞ്ഞത് എന്തും എനിക്ക് പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല, ഒരിക്കലും ഇഷ്ടമല്ല. ഇതാണ് വൈറലായ വീഡിയോ. ഏതോ ഒരു ചെറുപ്പക്കാരെ എടുത്ത് വൈറലാക്കിയതാണ്. അപ്പോ ഞാൻ പറയായിരുന്നു, ഇതാണ് ആ വൈറലായിട്ടുള്ള വീഡിയോ എന്നുള്ളത്. ഈ ആനയുടെ അടുത്തുകളാണ് ആനയെ ഇങ്ങനെ പാപ്പാനായിട്ട് കൊണ്ടു നടക്കുക, ആനയെ ഒരു കാഴ്ച വസ്തുവാക്കുക, കണ്ണി കണ്ട എല്ലാ അമ്പലത്തിലും പോയിട്ട് തിടം പയറ്റുക എന്നൊക്കെ പറയുന്ന പരിപാടിക്ക് ശക്തമായിട്ടും ഞാൻ എതിര് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അത് അവിടെ കിടക്കേണ്ടത് അതും വേറെ കാര്യമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇത് കേൾക്കൂ. എന്റെ കൂട്ടുകാരിപ്പായിരുന്നു. ഉച്ചക്ക് സമയത്ത് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ നോമ്പുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവർ ചോദിച്ചു എൻ്റെ അടുത്ത്, നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കരുതണം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അപ്രശ്യമായിട്ടാണ് ആ സമയത്ത് കറക്റ്റ് സമയത്ത് 6 മണിയാകുമ്പോ ആ കമ്മിറ്റിപ്പെട്ട ആളിവിടെ ഉണ്ട്, ഞങ്ങളെ വിളിച്ചു. ആ സമയത്ത് കുറച്ച് കവറിൽ ഫ്രൂട്ട്സ്, കുറച്ച് എണ്ണക്കടി, ചായ, ജ്യൂസൊക്കെ ഇട്ട് വന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വീഡിയോ പകർത്തിയത് കാരണം എല്ലാവരും അറിഞ്ഞ്. 2-3 വർഷമായിട്ടാണ് നോമ്പ് ഈ പൂര സമയത്ത് കയറി വന്നത്. നോമ്പ് തുറക്കാറുണ്ട്, നോമ്പ് തുറക്കാറൊക്കെ ഉണ്ട്, പക്ഷെ അപ്രമായിട്ട് വൈറലായത് മാത്രം. പൂര സമയത്ത് ഇങ്ങനെ അധികം നടക്കാറില്ല. അല്ലല്ല, ഇപ്പൊ 3 സീസണായിട്ടാണ് ഈ പൂര സമയത്ത് നോമ്പ് വന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് ശേഖരൻ എന്ന ആനയാണ്. ഈ ശേഖരന്റെ കൂട്ടാളിയാണ്.
അപ്പോൾ ആളുടെ പേര് സൈനുദ്ദീൻ എന്നാണ്, ശേഖരൻ എന്നാണ് ആനയുടെ പേര്. ശശികല ടീച്ചർ അടക്കമുള്ള ആളുകളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൈനുദ്ദീൻ കൊണ്ടു നടക്കുന്ന ആനയുടെ പേര് എന്തുകൊണ്ട് ശേഖരൻ എന്നായി? അത് ഈ അമ്പലത്തിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയാണ് ഈ ആയ്മ ചോദിക്കുന്നത്. ഇനി എങ്ങാനും ഞാൻ ഈ വീഡിയോയിൽ ആവർത്തിക്കട്ടെ, ആ ഒരു ആനയുടെ പേരങ്ങ ഇനി ഇയാളുടെ പേര് സൈനുദ്ദീൻ എന്നല്ലേ, ആനയുടെ പേര് കൂടി സൈനുദ്ദീൻ എന്നാണ് ഇട്ടോക്കി. ആനനെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് വിളിക്കുമോ? മതിലകത്ത് സൈനുദ്ദീൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആനയുടെ പേര്. മതിലകത്ത് സൈനുദ്ദീൻ. ഞാൻ ഒരു ചുമ്മാ പേര് പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങനത്തെ വല്ല പേരുണ്ടെങ്കിൽ എൻ്റെ അതിനകത്ത് കയറരുത്. മതിലകത്ത് സൈനുദ്ദീൻ എന്ന് ആനയുടെ പേരായിട്ട് കൊടുത്തു വിചാരിക്കുക, എന്തായിരിക്കും? അപ്പ പറയും, ഓ ദൈവങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ തലയിലേറ്റേണ്ട, ശിരസിലേറ്റേണ്ട ആന ഒരു മുസ്ലിം ആനയാണത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശശികല ടീച്ചർ അടക്കമുള്ള ഈ വിഷവൈദ്യങ്ങള് വർത്തമാനം പറയും. അങ്ങനെ വർത്തമാനം പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ ശേഖരൻ തന്നെ ആയിട്ട് കിടന്നോട്ടെ, സൈനുദ്ദീനായിട്ട് കിടന്നോട്ടെ. സൈനുദ്ദീൻ ചെയ്യുന്നത് ഒരു ആനപ്പാപ്പന്റെ തൊഴിലാണ്, അതൊരു ജോലിയാണ്, ഒരു പുണ്യപ്രവൃത്തിയോ ഹിന്ദുമതത്തിലെ പെട്ട ആളുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ള പൂജാതി കർമ്മങ്ങളെ പോലത്തെ പരിപാടി ഒന്നല്ല ഈ ആനപ്പാപ്പനാവുക എന്ന് ശശികല ടീച്ചർ അടക്കമുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരാവശ്യമില്ലാതെ നമ്മുടെ കേരളത്തിലേക്ക് വിഷം കോരി ഒഴിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ബാക്കി ഉത്തരേന്ത്യക്കാര് കേരളത്തിന്റെ പേര് നാറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുറെ സിനിമകൾ എടുത്തിട്ട്. പക്ഷെ സംഗതി പാളിപ്പോയെന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. 20 വർഷത്തോളായി ആനന്റെ കൂടെ ഞാൻ ഉണ്ടാവാറുണ്ട്. കൂടെ പാപ്പന്മാരുണ്ടാവാറുണ്ട്, 3-4 പാപ്പന്മാരുണ്ടാവും കൂടെ, ഞാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് അജ്മൽ അല്ലേ? എന്താണ് ആ സമയത്ത് അങ്ങനെ നോമ്പ് നോക്കാൻ ആ സമയത്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ തോന്നി? കമ്മിറ്റി പറഞ്ഞാണോ? അല്ല, ഞങ്ങളെ കമ്മിറ്റിയിലാണ് ഗ്രാമീണ പാടൊരു പൊതു അമ്പലത്തിൽ. അപ്പൊ ഇക്കാന്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു. നിക്ക് ഈ കമ്മിറ്റിക്കാരന്റെ പേരെന്താ അറിയോ? മജീദ്. എങ്ങനെയുണ്ട് എന്റെ സുഹൃത്തുക്കൾ? ഒരു ഉത്സവത്തിലേക്ക് നാട്ടിൽ നടക്കുന്ന ഹിന്ദുമതക്കാരെ മാത്രം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു നടക്കുന്ന നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിലേക്ക് ആനയെ കൊണ്ടുപോവുക, അതും ദേവന്മാരുടെ ഒക്കെ ആ ഒരു സംഗതി ഇല്ലേ, അതൊക്കെ തലയിൽ ഏറ്റിക്കൊണ്ട് ആനയെ കൊണ്ടുപോകുന്ന കമ്മിറ്റിയിലെ അംഗത്തിന്റെ പേര് മജീദ് എന്നാണ്. എന്താ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടാ? എടോ ഞങ്ങൾക്ക് പ്രശ്നമില്ലടോ, ഉത്തരേന്ത്യക്കാരെ, ഞങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ലതേ. ഞങ്ങളെ നാട്ടിലെ പള്ളി കമ്മിറ്റിയിൽ ചിലപ്പോ ഹിന്ദുക്കൾ ഉണ്ടായെന്ന് വരും, അമ്പല കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഹിന്ദുക്കൾ ഉണ്ടായെന്ന് വരും. ഇവരെല്ലാരും കൂടിയിട്ട് നാട്ടിലത്തെ ഒരു ഉത്സവമാണ്, അതങ്ങനെയാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടിയല്ലേ, നമുക്ക് ഒരുമിച്ചുകൊണ്ട് കളറാക്കാം എന്നാണ് വിചാരം. അല്ലാതെ അത് ഹിന്ദുക്കളുടേതാണ് അങ്ങോട്ട് കയറണ്ട, അത് മുസ്ലിങ്ങളുടെയാണ് അങ്ങോട്ട് കയറണ്ട, അത് ക്രിസ്ത്യാനികളുടെയാണ് അങ്ങോട്ട് കയറണ്ട, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനികളുടെ പള്ളിപ്പെരുന്നാൾ ഉണ്ടെങ്കിൽ അതും ആഘോഷിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഇനി മുസ്ലിങ്ങളോ അല്ല നബിദിനം മറ്റും ഉണ്ടെങ്കിൽ ആ ആഘോഷത്തിലും പങ്കെടുക്കും ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഈ ഹിന്ദുക്കൾ വല്ല പൂരവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിലും ആഘോഷിക്കും, ഒരു സംശയവും വേണ്ട. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ബാക്കി കേൾക്കാം. നോമ്പുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഇക്കാനോട് പറഞ്ഞു, നമ്മളെ വീട്ടിൽ നമുക്ക് നോമ്പുണ്ടായിരുന്നു. നോമ്പ് നിറക്കാൻ വീട്ടിന്റെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് വരും. ക്ഷണിച്ചപ്പോ ഇക്ക പറഞ്ഞു, എല്ലാ സമയത്ത് എഴുന്നള്ളിപ്പ് ടൈം ആയതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഇക്ക, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ആ ടൈം അവിടെയാണ് ആ ഒരു സൈനുദ്ദീന്റെ മഹത്വം നൽകുന്നത് കേട്ടോ. മഹത്വം കിടക്കുന്ന അവിടെയാണ്. 6-6:30 സമയത്ത് പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാല് നോമ്പ് തുറക്കും. അപ്പോ ഈ ചങ്ങാതി തൊട്ടടുത്ത വീടായതുകൊണ്ട് ഈ സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, എന്റെ വീട്ടിൽ നോമ്പുണ്ട്, നിങ്ങൾ കാര്യം ചെയ്യും, നോമ്പ് ഇറക്കണ സമയത്ത് അങ്ങോട്ട് വന്നോളി. സൈനുദ്ദീൻ എന്താ പറഞ്ഞേ? പറ്റൂല. അപ്പോ എഴുന്നള്ളിപ്പിന്റെ സമയമാണ്, ആ സമയത്ത് ഞാനിട്ട് വരൂല. ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ ഒരു പരിപൂർണനായ ഇസ്ലാം മത വിശ്വാസിയാണെന്നേ. പക്ഷെ എന്നിട്ടും അയാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് തൻ്റെ തൊഴിലിനാണ്. അല്ലെങ്കിൽ താൻ എന്തിനാണ് വന്നത് ആ ജോലി 100% കൃത്യമായി പൂർത്തീകരിക്കാനാണ്. അല്ലെങ്കിൽ ഈ ചെങ്ങാതിക്ക് എൻ്റെ മതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നോമ്പാണ്, അതിപ്പോൾ 6 മണിക്ക് ആ ഒരു വാങ്ങ് കൊടുത്ത് അപ്പം തന്നെ അതನ್ನು മുറിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, പടച്ചോനെന്ന് കൂലി കിട്ടില്ല, അങ്ങനെയൊന്നും ഈ ചെങ്ങാതി ചിന്തിക്കുന്നില്ല. പറ്റില്ല. ഈ സമയത്ത് ഇവിടെ ഇതാണ് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള സംഗതി ഉണ്ട്, അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കണം. ആ സമയത്ത് എഴുന്നള്ളിപ്പുണ്ട്, ആ സമയത്ത് ഞാൻ ഇവിടുന്ന് മാറില്ല.
എന്ന് തീരുമാനിക്കുന്നതാണ് ഇയാളുടെ കർമ്മം. കർമ്മമാണ് ദൈവമെങ്കിൽ, കർമ്മത്തിനാണ് ഫലം കിട്ടുന്നതെങ്കിൽ സൈനുദ്ദീന്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഫലം കിട്ടിക്കഴിഞ്ഞു. ഈ 30 പെരുന്നാളിന്റെ ഫലം, ഈ 30 നാളിന്റെ 30 നോമ്പിന്റെ ഫലം ഒറ്റ ദിവസം കൊണ്ട് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറയേണ്ടി വരും. അഭിമാനത്തോടെ സന്തോഷത്തോടെ ഒരല്പക്കുള്ള രോമ എഴുന്നേറ്റ് നിന്ന് തന്നെ പറയുന്നേ. അല്ലെങ്കിൽ സൈനുദ്ദീന് പറയായിരുന്നു, ആരെങ്കിലും ഏൽപ്പിച്ച് ഞാൻ എൻ്റെ നോമ്പ് മുറിക്കാൻ പോട്ടെ, എനിക്കിതാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. അല്ല, അവന്റെ കർമ്മത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തു എന്നുള്ളതാണ്. ബാക്കി കേൾക്കും. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി ഇക്കാക്ക് വേണ്ട നോമ്പറക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരു കവറിലെടുത്ത് ഇക്കാടെടുത്ത് കൊടുക്കുകയും ഞാൻ വീട്ടിൽ തിരിച്ചു പോയി നോമ്പാർന്ന് വരുമ്പോഴേക്കും വീഡിയോ എടുത്തിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഏട്ടൻ വീഡിയോ എടുത്തിരുന്നു. അതങ്ങനെ ഞാൻ നോമ്പാർന്ന് വരുമ്പോഴത്തേനും സാധനം റീച്ചായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്ത്. എന്താണ് വീഡിയോ പ്രചരിച്ച ശേഷം എന്താണ് റെസ്പോൺസ്? ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. വീഡിയോ മിക്ക പൂരത്തിന് ടീം, അതുപോലെ നേർച്ച നടത്തുന്ന ടീം, പള്ളി പെരുന്നാൾ, അവരൊക്കെ എനിക്ക് വീഡിയോ അയച്ചു തരി. പൂരത്തെ ടീം, പള്ളിപ്പെരുന്നാൾ ടീം, നേർച്ച നടത്തുന്ന ടീം, അവരൊക്കെ ഇയാൾക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തെങ്കിൽ അവരൊക്കെ ആയിട്ട് സൈനുദ്ദീന് നല്ല ബന്ധമുണ്ടെന്നേ. നോക്കൂ, സൈനുദ്ദീന് വിളിക്കുന്ന പൂരത്തിന് ടീം വിളിക്കുന്നുണ്ട്, പള്ളിപ്പെരുന്നാളിന്റെ ടീം വിളിക്കുന്നുണ്ട്, നേർച്ചയുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇവരൊക്കെ സൈനുദ്ദീന് ഈ വീഡിയോ അയച്ചു കൊടുക്കണമെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഈ ഒരു മനുഷ്യനുള്ള ബന്ധം ആലോചിച്ച് നോക്കി. എന്തൊരു സുന്ദരമായിട്ടുള്ള ബന്ധമായിരിക്കും അത്. ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് വേണ്ടുള്ളൂ. സന്തോഷം പങ്കുവെക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സന്തോഷമായെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ 2-3 വർഷം കണ്ടിന്യൂ ആയിട്ട് പോണ ഒരുപാട് കമ്മിറ്റിക്കാര് പേഴ്സണലി നല്ല ബന്ധമുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് അടിപൊളിയായി, സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ശേഖരൻ എങ്ങനെ ആള് കുറുമ്പനാണ്, ഇവര് തമ്മിലൊരു ഇവര് തമ്മിൽ ഇനി അതല്ല, എനിക്ക് വേറൊരു സംഗതി എന്നാ കേക്കണ്ടേ. ഒരു കേരളത്തിന്റെ ഒരു മതസൗഹൃദം കൂടിയാണ് വിളിച്ചു പറയുന്നത് അല്ലേ? അത് പൂരത്തിലും നേർച്ചയിലോ പള്ളിപ്പെരുന്നാളിലും സൗഹാർദ്ദമായിട്ട് തന്നെ ഉണ്ടാവുക. പിന്നെ ഈ പൂരത്തിന് ചിലപ്പോൾ ക്ഷണിക്കുക ഷഫീഖായിരിക്കും. ഷഫീഖിന് പേര് എക്സാം പറഞ്ഞതാണ്. പിന്നെ പള്ളി പെരുന്നാളാണെങ്കിൽ ചിലപ്പോ വാവുവേട്ടം വിളിക്കും. കേക്കണേ, ഒരു പൂരത്തിന്റെ പരിപാടിക്ക് ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും ഷഫീഖായിരിക്കും എന്നാ പറയുന്നത്. ഇതാണ് കേരളം. ഈ മനുഷ്യൻ വളരെ വൃത്തിയായിട്ട് പറയുന്നു. ചിലപ്പോൾ നാട്ടിലത്തെ പൂര പരിപാടിക്ക് വിളിക്കുക, ഏട്ടാ ഞങ്ങളുടെ നാട്ടിൽ പൂരമുണ്ട്, ആനനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക ഷഫീഖായിരിക്കും. ആ ഷഫീഖിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ മതത്തിന് പറഞ്ഞ പരിപാടി അല്ലാന്നിട്ട് മാറിയിരിക്കാം. അങ്ങനെ മാറി നിൽക്കില്ല കേരളത്തിൽ. ഇതാണ്. ഒന്നുകൂടി പറഞ്ഞു, പള്ളിപ്പെരുന്നാൾ ചിലപ്പോൾ വിളിക്കുക ബാബുവേട്ടനായിരിക്കും. പള്ളിപ്പെരുന്നാൾ ശരിക്കും ബാബുവേട്ടനല്ലല്ലോ വിളിക്കണ്ടേ, പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആരെ വിളിക്കേണ്ടത്? ഏതെങ്കിലും എബ്രഹാമോ ആന്റണിയോ അല്ലേ, ഈ ക്രിസ്ത്യൻ പേരുള്ള ആളുകളെയൊക്കെ വിളിക്കണ്ടേ? അല്ലെന്നേ. അപ്പൊ പള്ളിപ്പെരുന്നാളായിക്കോട്ടെ, ഇനിയിപ്പോ നേർച്ച ആയിക്കോട്ടെ, ഇതിലൊന്നും ജാതി മത വ്യത്യാസമില്ലാത്ത ഈ ഒരു മനുഷ്യനെ വിളിക്കുന്നുണ്ടെന്നതാണ്. അപ്പോഴും ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ അതിലൊക്കെ വിഷം കുത്തിവെക്കാൻ വേണ്ടി നടക്കുന്ന വിഷജന്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ, സൂക്ഷിക്കണം, നന്നായി സൂക്ഷിക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ്, വിഷ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമുക്ക് മാന്യമായി ജീവിക്കണമെന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നും സൗഹാർദ്ദത്തോടെ ജീവിക്കണമെന്നും ആലോചിച്ച് മാത്രം പെരുമാറുക. അവര് പറഞ്ഞതിന്റെ പിന്നാലെ ജന്മത്തിൽ പോകരുത്. പോവാനൊക്കെ തോന്നിയാലും പോവരുത്. നമുക്ക് കേരളം ഇങ്ങനെയൊക്കെ തന്നെ വേണ്ടേ? ബൈ.